സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപത വിഭാഗവും ചങ്ങനാശ്ശേരി അതിരൂപത വിഭാഗവും എന്തുകൊണ്ട് വിഭജിച്ച് രണ്ട് സഭയാകണം എന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ചരിത്രപരമായ വ്യത്യാസങ്ങൾക്ക് പുറമെ ദൈവശാസ്ത്രപരവും സഭാത്മക ആത്മീയതയിലും ഇരു വിഭാഗവും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. പൗരസ്ത്യ സുറിയാനി സഭാവാദം പുലർത്തുന്ന ചങ്ങനാശ്ശേരി അതിരൂപത യാഥാസ്ഥിതിക ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ പുലർത്തുന്ന വിഭാഗമാണ്. അവർ കത്തോലിക്ക സഭയിലെ യാഥാസ്ഥിതിക ദൈവശാസ്ത്ര ആഭിമുഖ്യങ്ങൾ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ പൗരസ്ത്യ സുറിയാനി സഭയിലെ ദൈവശാസ്ത്രത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ സീറോ മലബാർ സഭയെ പൗരസ്ത്യ സഭയുടെ തനിമയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ വിവിധങ്ങളായ ഓർത്തഡോക്സ് സഭകളുടെ പാരമ്പര്യവും ദൈവശാസ്ത്രവും സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഭാത്മക ആത്മീയത ദൈവകേന്ദ്രീകൃതമായ യാഥാസ്ഥിതിക തത്വങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്നു. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപത പുരോഗമന ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ പുലർത്തുന്നവരാണ്. കത്തോലിക്ക സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെയാണ് ആധുനിക ദൈവശാസ്ത്ര രീതികൾക്കൊപ്പം സഞ്ചരിക്കുകയും മനുഷ്യനിലേക്കും അവന്റെ ജീവിതത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും നോക്കുന്ന മനുഷ്യ കേന്ദ്രീകൃതമായ ദൈവശാസ്ത്രം പിന്തുടരുന്നവരാണ് എറണാകുളം വിഭാഗമെന്നാണ് പോസ്റ്റിലൂടെ പറയുന്നത്. കൽദായ സഭയിൽ നിന്നും ലത്തീൻ സഭയിൽ നിന്നും ഭാരതീയ സംസ്കാരത്തിൽ നിന്നും ലഭിച്ച സമ്മിശ്രമായ ആത്മീയതയെ അതിരൂപത സ്വീകരിക്കുന്നു എന്നും ഈ ആത്മീയതയും ദൈവശാസ്ത്രവും കേവലം യാഥാസ്ഥിതികത്തിൽ ഒതുങ്ങുന്നതല്ല എന്നും ഇതിന്റെ എല്ലാം കാലാനുസൃതമായ വളർച്ചയ്ക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാനും അത്തരം വീക്ഷണങ്ങളോടും അതിന്റെ ആവശ്യകതകളോടും തുറന്ന സമീപനം പുലർത്തുവാനും എറണാകുളം അതിരൂപതയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും ലേഖകൻ പറയുന്നുണ്ട്. അതായത് ദൈവശാസ്ത്രത്തിലും ആത്മീയതയിലും ചങ്ങനാശ്ശേരി അതിരൂപത ദൈവ കേന്ദ്രീകൃതമായി സമീപിക്കുമ്പോൾ എറണാകുളം വിഭാഗം മനുഷ്യ കേന്ദ്രീകൃതമായി ദൈവഹിതം അനുവർത്തിക്കാൻ പ്രയത്നിക്കുന്നവരാണ്. ഇതേ വ്യത്യാസം തന്നെയാണ് ഇരു വിഭാഗത്തിന്റെയും ആരാധനാക്രമ വീക്ഷണത്തിലും അടങ്ങിയിരിക്കുന്നത്. ദൈവ കേന്ദ്രീകൃതവും യാഥാസ്ഥിതിക രീതികളോട് കൂടുതൽ ചായ്വുള്ളവരുമായ ചങ്ങനാശ്ശേരി വിഭാഗം കിഴക്കിന് അഭിമുഖമായ ക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആരാധനാക്രമത്തിലും പ്രാർത്ഥനകളിലും ആചാര അനുഷ്ഠാനങ്ങളിലും പൗരസ്ത്യ സഭ ഓർത്തഡോക്സ് സഭാവൽക്കരണം കൂടുതൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണം പുലർത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപത ലിറ്റർജിയുടെ നവീകരണത്തെയും അത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഒട്ടിച്ചേരാൻ തക്ക വിധത്തിലുള്ള ആഭിമുഖ്യങ്ങളെയും സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എറണാകുളം അതിരൂപത സ്വാഭാവികമായും ജനാഭിമുഖ ആരാധനാക്രമ രീതികൾ തെരഞ്ഞെടുക്കുന്നത്. ചുരുക്കത്തിൽ ആരാധനാക്രമം എന്നത് പാരമ്പര്യവാദികളെ സംബന്ധിച്ച് ദൈവത്തിനുള്ളതാണ്. എന്നാൽ പുരോഗമനവാദികളായ എറണാകുളം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആരാധനാക്രമം എന്നത് മനുഷ്യന് വേണ്ടിയുള്ളതാണ്. ഇത്തരത്തിൽ ദൈവശാസ്ത്രത്തിലും ആരാധനാക്രമ വീക്ഷണത്തിലും സഭാത്മക ആത്മീയതയിലും വ്യത്യസ്ത വീക്ഷണങ്ങൾ ചങ്ങനാശ്ശേരി വിഭാഗവും എറണാകുളം വിഭാഗവും പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസം മറ്റു കൂദാശകൾ, കൂദാശ അനുകരണങ്ങൾ, വ്യക്തിഗത ആത്മീയത എന്നിവയിലെല്ലാം പ്രകടമാണ്. സഭയ്ക്കുള്ളിലെ എല്ലാ തരത്തിലുള്ള വ്യത്യസ്തതയിലും ഒരു ഗ്രൂപ്പിനെ ഒന്നിപ്പിച്ച് നിർത്തുക എന്നത് അതിലെ നേതൃത്വത്തിന്റെ ചുമതലയാണ്. എന്നാൽ സീറോ മലബാർ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളം അങ്കമാലി അതിരൂപതയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അതിരൂപത വിഭാഗം മുന്നോട്ട് വെക്കുന്ന സഭയുടെ സ്വത്വത്തെ തകർക്കാനുള്ള നീക്കങ്ങളാണ് സിനഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രശ്നപരിഹാരവും സമാധാനവും ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെ അതിരൂപതയിലെ അജപാലന പ്രവർത്തനങ്ങളും സിനഡ് മനഃപൂർവ്വം തടഞ്ഞു വെക്കുന്നുവെന്നാണ് ലേഖകൻ പറയുന്നത്. അതിരൂപത ആർച്ച് ബിഷപ്പായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാകട്ടെ സിനഡിൽ ആരുടെയൊക്കെയോ കളിപ്പാവയായി മാറിയിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ കൽദായവാദികളായ മെത്രാന്മാരും സീറോ മലബാർ സഭയിലെ ചില കമ്മീഷനുകളും അതിരൂപതയെ ലക്ഷ്യം വെച്ച് നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിരൂപതയുടെ ആവശ്യത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ സീറോ മലബാർ സഭയിലെ പ്രശ്നം തീരുമെന്ന് മെത്രാൻ സിനഡിന് അറിയാമെങ്കിലും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ കൽദായ വൽക്കരണ നയങ്ങളെ അതിരൂപതയുടെ മേൽ അടിച്ചമർത്തി ആധിപത്യം സ്ഥാപിക്കുകയാണെന്നും ലേഖകൻ പറയുന്നുണ്ട്. ഇത്തരത്തിൽ അതിരൂപതയെ ഉൾക്കൊള്ളാൻ കഴിയാതെ അവരെ പ്രശ്നങ്ങളിൽ നിന്നും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വലിച്ചഴിക്കുന്ന അതിരൂപത മേജർ ആർച്ച് ബിഷപ്പും സിനഡും സമ്പൂർണമായ പരാജയമാണെന്ന് മാത്രമല്ല വൈരാഗ്യ ബുദ്ധിയോടെ അതിരൂപതയെ നോക്കിക്കാണുന്ന ഇവർക്ക് ഒരിക്കലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സുഗമവും സ്വതന്ത്രവുമായ ഭരണത്തെയും അജപാലന ആവശ്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും ലേഖകൻ എഴുതി ചേർക്കുന്നുണ്ട്. പുരോഗമനവാദം മുന്നോട്ട് വെക്കുന്ന എറണാകുളം വിഭാഗത്തിന്റെ സ്വത്തും അടിച്ചമർത്തി കൽദായ ആധിപത്യം ചുമത്തുക, എറണാകുളം അങ്കമാലി അതിരൂപതയെ കൽദായ വൽക്കരിക്കുക എന്നത് ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ചുള്ള കൽദായ വിഭാഗത്തിന്റെ ലക്ഷ്യമാണെന്നും ഈ പോസ്റ്റിലൂടെ ആരോപിക്കുന്നുണ്ട്. നിരവധി കാലങ്ങളായി അവരിതിനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ വിഷയത്തിൽ എറണാകുളം വിഭാഗത്തിന് പറ്റിയ അബദ്ധം എന്നത് കൽദായർ സീറോ മലബാർ സഭയ്ക്ക് അവരുടെ സിദ്ധാന്തങ്ങളിൽ ഐഡന്റിറ്റി കൊടുത്തപ്പോൾ എറണാകുളം വിഭാഗം അതിനെ ശക്തിയുക്തം പ്രതിരോധിച്ചില്ല എന്നതാണെന്നും ലേഖകൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരി വിഭാഗത്തിന്റെ കൽദായ വൽക്കരണ നയം മൂലം സീറോ മലബാർ എന്നാൽ ചങ്ങനാശ്ശേരി കൽദായ ഐഡിയോളജിയായി മാറിക്കഴിഞ്ഞു. എറണാകുളം, തൃശൂർ, ഇരിങ്ങാലക്കുട രൂപതകളൊക്കെ മുന്നോട്ട് വെച്ചതിന് ഇപ്പോൾ യാതൊരുവിധ പ്രസക്തിയും സിനഡ് നൽകുന്നില്ല.
അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഇപ്പോൾ സിനഡ് കുർബാനയ്ക്കായി വാദിക്കുന്ന പോലെ മദ്ബഹാവരി വിഷയത്തിലും മറ്റു കൽതായ പാരമ്പര്യങ്ങളിലും അടിച്ചേൽപ്പിക്കൽ വരുമെന്നതും ഉറപ്പാണെന്നും ലേഖകൻ തുറന്നെഴുതുന്നു. മാത്രമല്ല ഇതിനെല്ലാം വിമുഖത പുലർത്തുന്ന രൂപതകളിൽ കലാപം അഴിച്ചുവിടുമെന്നതും ഉറപ്പുള്ള കാര്യമാണെന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ എറണാകുളം വിഭാഗത്തിന്റെ സ്വത്തും പാരമ്പര്യവാദികളുടെ മുമ്പിൽ പണയം വെച്ച് കൽതായരുടെ ആശയങ്ങൾ സ്വീകരിക്കുന്നതിന് സിനഡ് വിളിക്കുന്ന പേരാണ് ഐക്യം എന്നത്. സീറോ മലബാർ സഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന വണ്ണം ഒന്നെങ്കിൽ സീറോ മലബാർ സഭയിൽ 2 സ്വത്തുബോധം അനുവദിച്ച് മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യത്തിൽ അവയെ കേന്ദ്രീകരിച്ച് പരസ്പരം ഉൾക്കൊള്ളാൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ വ്യത്യസ്തത സ്വത്തും പുലർത്തുന്ന ചങ്ങനാശ്ശേരി വിഭാഗത്തെയും എറണാകുളം അങ്കമാലി അതിരൂപതയും രണ്ടും 2 സഭകളാക്കി പുലർത്തിക്കൊണ്ട് കത്തോലിക്ക സഭയിൽ തന്നെ നിലനിൽക്കാനായുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. തീർച്ചയായും 2 വിഭാഗത്തിന്റെയും സ്വത്വം നിലനിർത്താൻ വിഭജനം തന്നെയാണ് ഉചിതമെന്നും ലേഖകൻ പറയുന്നു. സമൂഹ മാധ്യമത്തിൽ കണ്ട കുറിപ്പാണ് നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാം.